ഹലോ! ഓണം സ്പെഷ്യലായിട്ട് ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ട്ടോ. വെറും ഒരു പായസമല്ല, പന്നക്കോട്ടയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഖീർ പന്നക്കോട്ട ഫ്യൂഷൻ ഡെസേർട്ടാണ്. അതുകൂടാതെ തന്നെ വെർമിസെല്ലി പായസം ഉണ്ടാക്കുന്നവർക്ക് അത് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രിക്സ് കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? ആദ്യം തന്നെ 1 ടീസ്പൂൺ ജെലറ്റിൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇനി ഇതിവിടെ മാറ്റി വെച്ച ശേഷം 1/2 കപ്പ് മാംഗോ പ്യൂരി, പിന്നെ 1/4 കപ്പ് പാല്, പിന്നെ ഒരു 1/4 കപ്പ് ക്രീം. ക്രീം ഇല്ലെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും കൂടെ നന്നായിട്ടൊരു സോസ് പാനിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ മധുരത്തിനായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കും. അത് ഓരോരുത്തരും യൂസ് ചെയ്യുന്ന മാങ്ങയുടെ അളവിനനുസരിച്ചിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലും കണ്ടൻസ് മിൽക്കും ക്രീമും മാങ്ങയും ഒക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അത് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം നമുക്ക് ജെലറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലേക്ക് ജെലറ്റിൻ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ജെലറ്റിൻ മെൽറ്റായി കിട്ടും. അത് നമുക്ക് നമ്മുടെ മാംഗോ പ്യൂരി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. താഴെ പന്നാക്കോട്ട, മുകളിൽ ഖീറായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു സ്ലൈഡ് ഷേപ്പിൽ വേണമെങ്കിലും പ്രസൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ് ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ പന്നക്കോട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 മണിക്കൂർ ഇത് പുറത്ത് വെക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി 1/2 കപ്പ് വെർമിസെല്ലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള പായസം ഉണ്ടാവും കേട്ടോ. നമ്മൾ പായസവും പന്നാക്കോട്ടയും ഒരുമിച്ചല്ല സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4-5 ഗ്ലാസ്സിലേക്കുള്ള പായസം ഉണ്ടാവും. ഇനി ഇതിവിടെ തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ കാരമൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മൾ റെഡിയാക്കിയെടുത്ത കാരമലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കാവുന്ന കാരമൽ സോസാണ്. ഇതാണ് നമ്മൾ മധുരത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പായസത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പിങ്ക് പാലട എന്നൊക്കെ പറയുന്ന പോലെ പിങ്ക് വെർമിസെല്ലി പായസം റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് ഡിഫറൻസ് ആണ് നോർമലി നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൽ നിന്ന്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പന്നക്കോട്ടയായിട്ട് ഫ്യൂഷൻ ഡെസേർട്ടായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ചുക്ക് പൊടിച്ചതോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലേക്കിനി നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നെയ്യിൽ വറുത്തിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക അല്ലേ. പക്ഷേ ഈ പന്നക്കോട്ട ഫ്യൂഷനിൽ ചെയ്യുമ്പോൾ നെയ്യിൽ വറുക്കാതെ ഇതുപോലെ നട്ട്സ് ഇടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പന്നക്കോട്ട ഗ്ലാസ്സിലേക്ക് ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓണത്തിന് ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാകുമ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പായസത്തിൻ്റെ പരിപാടി നമുക്ക് നേരത്തെ തന്നെ തീർക്കാമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്യൂഷനാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഉള്ള ആ ഒരു മിക്സിങ് ടേസ്റ്റ് അടിപൊളിയാണ്. പന്നക്കോട്ടയാണെങ്കിലും സേമിയ പായസം ആണെങ്കിലും മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 2 ഡിഷുകളാണല്ലേ. അതുപോലെ തന്നെ ഈസി റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവരുടെയും ഫേവറേറ്റ് ആണ് ഇത് രണ്ടും. പരസ്പരം കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി മിക്സിങ് ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഫ്യൂഷൻ ഡെസേർട്ടിനുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് നമ്മളുടെ പന്നക്കോട്ട പായസം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെയുള്ള ഒരു ഓണം ആശംസിക്കുന്നു. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.